എ വെരി വാം വെൽക്കം. നമ്മളിന്ന് ജയശങ്കർ പ്രസാദിൻ്റെ ശരണാഗത് എന്ന കഥയാണ് ആസ്വദിക്കാൻ പോകുന്നത്. അതിൻ്റെ ഹിന്ദി വേർഷൻ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഞാൻ മലയാളം വേർഷൻ ഇടുന്നെങ്കിലും ഞാൻ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കൂടുതലും ഹിന്ദി വേർഷൻ കേൾക്കുക. ഹിന്ദി വേർഷൻ കൂടുതൽ കേൾക്കുമ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് ഹിന്ദിയിൽ ആൻസർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. കേരള യൂണിവേഴ്സിറ്റി BA BSc കുട്ടികളുടെ ഫസ്റ്റ് സെം ഹിന്ദി കഥാസാഹിത്യ എന്ന കോഴ്സ് ടൈറ്റിലിലെ ടെക്സ്റ്റാണ് കഹാനി സരോവർ. അതിൽ ഒരു സ്റ്റോറിയാണ് ശരണാഗത്. അപ്പോൾ ഇത് 1930s എഴുതിയ ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളെപ്പോഴും ഒരു കഥ വായിക്കുമ്പോൾ ആ ഒരു എഴുത്തുകാരൻ്റെ പശ്ചാത്തലവും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും അന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസും നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഈ കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ. ഈ ശരണാഗത് എന്ന ഒരു കഥ ഇന്നത്തെ നൂറ്റാണ്ടിൽ നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഈ കഥയിൽ പറയുന്നത്. വളരെ കോൺട്രവേഴ്സ്യലായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിയ ഒരു കഥയാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കഥ ആസ്വദിക്കാൻ. എഴുതിയിരിക്കുന്നത് ജയശങ്കർ പ്രസാദാണ്. ഹിന്ദിയിലെ ഒരു വലിയ പോയറ്റാണ്. കാമായിനിയാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ്. അദ്ദേഹം കവിയായിരുന്നു, പിന്നെ നാടകകൃത്തായിരുന്നു, അതുപോലെ തന്നെ കഥകളും എഴുതും. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പ്രതിഭാസമ്പന്ന സാഹിത്യകാരായിരുന്നു ജയശങ്കർ പ്രസാദ്. അങ്ങനത്തെ ജയശങ്കർ പ്രസാദിൻ്റെ ഒരു സ്റ്റോറിയാണ് ശരണാഗത്. प्रभातकालीन सूर्य की किरणें अभी पूर्व के आकाश में नहीं दिखाई पड़ती हैं. ताराओं का क्षीण प्रकाश अभी अंबर में विद्यमान है. അപ്പോൾ അതിരാവിലത്തെ ഒരു സിറ്റുവേഷനാണ്. അതിരാവിലെ പ്രഭാത്കാലീൻ സൂര്യ കി കിരണേ പൂർവ്വക്കെ ആകാശമേ നഹി ദിഖായി പടുത്തി ഹെ. സൂര്യൻ അങ്ങോട്ട് ഉദിച്ചില്ല, അതിന് മുമ്പുള്ള സമയമാണ്. താരാവും കാ ക്ഷീൺ പ്രകാശ് അഭി അംബർ മേ വിദ്യമാൻ ഹെ. വിദ്യമാൻ എന്ന് വെച്ചാൽ അവിടെ പ്രസൻ്റ് ആകുക. അംബർ ആകാശം. ആകാശത്തിൽ എന്താണ് കാണുന്നത്? നക്ഷത്രങ്ങളുടെ മങ്ങിയ ഒരു വെളിച്ചമാണ് കാണുന്നത്. നക്ഷത്രങ്ങൾ ഇങ്ങനെ മായാറായി, രാവിലെ ആവാറായി, പക്ഷേ സൂര്യൻ്റെ കിരണങ്ങൾ പ്രകടമായിട്ട് കണ്ടു തുടങ്ങിയും ഇല്ല. यमुना के तट पर 2-3 रमणियाँ खड़ी हैं और 2 यमुना की उन्हीं क्षीण लहरियों में जो कि चंद्र के प्रकाश से रंजित हो रही हैं സ്നാൻ കർ രഹി ഹെ. അപ്പോൾ യമുന നദിയുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ തുടങ്ങുന്നത്. അവിടെ ഉസ്കെ തട്ട് പർ, അതിൻ്റെ തീരത്ത്, യമുന നദിയുടെ തീരത്ത് 2-3 രമണിയ ഖടി, 2-3 യുവതികൾ നിപ്പുണ്ട്. और 2 യമുന കി ഉൻഹി ക്ഷീൺ ലഹരിയോ മേ നഹാ രഹി ഹെ. 2 യുവതികൾ യമുനയിൽ കുളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അകസ്മാത് പവൻ ബഡെ വേഗ് സെ ചലനെ ലഗാ. इसी समय एक सुंदरी जो कि बहुत ही सुकुमारी थी उन्हीं तरंगों में निमग्न हो गई. പെട്ടെന്ന് പൊടുന്നനെ ഒരു വലിയ കാറ്റ് വരികയും ഈ 2 കുളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ ആപത്തിൽപ്പെടുകയും അതിൽ ഒരു യുവതി അങ്ങ് വെള്ളത്തിൽ ഒഴുകിപ്പോവുകയും ചെയ്തു. दूसरी जो कि घबराकर निकलना चाहती थी, किसी काट का सहारा पाकर तट की ओर खड़ी हुई अपनी सखियों में जा मिली. അപ്പോൾ 2 യുവതികളായിരുന്നു ആ സമയത്ത് വെള്ളത്തിലുണ്ടായിരുന്നത് യമുന നദിയിൽ. ഒരാളങ്ങ് ഒഴുകിപ്പോയി, ഒരാളെങ്ങനെങ്കിലും കാട്ട് കാ സഹാര പാക്കർ, ഒരു തടിക്കഷ്ണം എങ്ങാണ്ട് അതിൽ കയറി പിടിച്ചു, അവർ രക്ഷപ്പെട്ടു. पर वहाँ सुकुमारी नहीं थी. सब रोती हुई यमुना के तट पर घूमकर उसे खोजने लगी. അവിടെ എല്ലാം നോക്കിയിട്ടും സുകുമാരിയെ കാണാനില്ല. അപ്പോൾ എല്ലാവരും വളരെ വിഷമിച്ച് സുകുമാരിയെ തിരയാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരികൾക്കെല്ലാം ആകെ വിഷമമായി, കാരണം അവരുടെ കൂട്ടുകാരി സുകുമാരി വെള്ളത്തിൽ അകപ്പെട്ട് പോയിരിക്കുന്നു. अंधकार हट गया, अब सूर्य भी दिखाई देने लगे. कुछ ही देर में उन्हें घबराई हुई स्त्रियों को आश्वासन देती हुई एक छोटी सी नाव दिखाई दी. അല്പം കഴിഞ്ഞപ്പം സൂര്യൻ്റെ പ്രകാശമൊക്കെ അടിച്ചു, ആ കാറ്റും കോളും ഒക്കെ നിന്നു. അപ്പോഴാണ് അവർ കാണുന്നത് ഒരു ചെറിയ വള്ളം ദൂരെ നിന്നിങ്ങനെ വരുന്നത്. एक छोटी सी नाव दिखाई दी और घबराई हुई स्त्रियों को आश्वासन हुआ. ഈ യുവതികളെല്ലാം ആകെ പരിഭ്രമിച്ച്, കാരണം അവരുടെ കൂട്ടത്തിലുള്ള സുകുമാരി വെള്ളത്തിൽ ഒഴുകിപ്പോയിരിക്കുകയാണ്. उन सखियों ने देखा कि वह सुकुमारी उसी नाव पर एक अंग्रेज़ और एक लेडी के साथ बैठी हुई है.
അപ്പോഴാണ് കാണുന്നത് എന്താണ്, ആ വള്ളത്തിൽ അവരുടെ കൂട്ടുകാരി സുകുമാരിയുണ്ട്, പിന്നെ അതിലൊരു അംഗ്രേസുണ്ട്, ഏക് ലേഡിയുണ്ട്, ഒരു സായിപ്പും ഒരു മാതാമയുണ്ട്, പിന്നെ ഇവരുടെ കൂട്ടുകാരിയും ആ വള്ളത്തിൽ ഉണ്ട്. तट पर आने पर मालूम हुआ कि सिपाही विद्रोह की गड़बड़ से भागे हुए एक संभ्रांत യൂറോപ്യൻ ദമ്പതി ഉസ് നൗക के ആരോഹി हैं. അപ്പോഴാണ് ആ വള്ളം കരയോടടുത്തപ്പോഴാണ് മനസ്സിലായത് സിപ്പാഹി വിദ്രോഹമായിരുന്നു. എന്നുവെച്ചാൽ അവിടെ സിപ്പാഹികളുടെ ഒരു റിവോൾട്ട് നടന്ന്, സിപ്പാഹികളുടെ ഒരു ആക്രമണം നടന്നു. അതിൽ പേടിച്ചിട്ട് യൂറോപ്യൻ ദമ്പതി ഈ വള്ളത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോഴാണ് അവർ ഈ സുകുമാരി വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ടത്. സുകുമാരിയെ രക്ഷിച്ച് ആ വള്ളത്തിൽ കൊണ്ടുവരികയാണ്. उन्होंने सुकुमारी को डूबते हुए बचाया है और इसे पहुंचाने के लिए वे लोग यहाँ तक आए हैं. അപ്പോൾ സുകുമാരി രക്ഷപ്പെടുത്തിയിട്ട് സുകുമാരിയുടെ ഗ്രാമത്തിൽ കൊണ്ടുവിടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്. सुकुमारी को देखते ही सब सखियों ने दौड़कर उसे घेर लिया और उससे लिपट लिपट कर रोने लगी. अंग्रेज और लेडी दोनों ने जाना चाहा, पर वे स्त्रियाँ कब मानने वाली थी. അപ്പോൾ സുകുമാരിയെ കണ്ട ഉടനെ സഖികളെല്ലാം ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങി. കാരണം അല്പനേരത്തേക്കിന് അവർ വിചാരിച്ചത് സുകുമാരി വെള്ളത്തിൽ അങ്ങ് മുങ്ങി പോയെന്നാണ്. അംഗ്രേസ് ഓർ ലേഡി ദോനോനെ ജാനാ ചാഹ. അപ്പോൾ ഈ സായിപ്പ് മാതാമയും പോകാൻ ആഗ്രഹിച്ചു, എന്ന് വെച്ചാൽ അവരുടെ ടൈമായി അവർ പോകണമെന്ന് വിചാരിച്ച്. पर वे स्त्रियाँ कब मानने वाली थी, ലേഡി സാഹിബാക്കോ റുക്നാ പടാ. പക്ഷേ ഈ സ്ത്രീകൾ അവരെ പോകാൻ സമ്മതിച്ചില്ല. കാരണം അവരുടെ കൂട്ടുകാരിയെ രക്ഷപ്പെടുത്തിയതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോഴേ പോകണ്ട, ഞങ്ങളുടെ ആതിഥേയം സ്വീകരിച്ചിട്ട് പോയാൽ മതി. थोड़ी देर में यह खबर फैल जाने से उस गांव के ज़मींदार ठाकुर किशोर सिंह भी उस स्थान पर आ गए. അപ്പോൾ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ ഗ്രാമത്തിൽ മുഴുവനും പടർന്നു. എന്താണ്, അവരുടെ ഗ്രാമത്തിലെ യുവതികൾ കുളിച്ചുകൊണ്ടിരുന്നപ്പം ഒരാൾ വെള്ളത്തിൽ പെടുകയും അത് ഒരു സായിപ്പും മാതാമയും അവരെ രക്ഷിച്ചു എന്നുള്ള ഒരു വാർത്ത എല്ലായിടത്തും പടർന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് അവിടുത്തെ ജമീന്ദാർ, അവിടുത്തെ ഭൂ ഉടമ ഠാക്കൂർ കിഷോർ സിംഗ്, അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം, ഠാക്കൂർ കിഷോർ സിംഗ് ആണ് ആ ഗ്രാമത്തിലെ ഭൂ ഉടമ. അയാളും അവിടെ വന്നു. अब उनके अनुरोध करने से विल्फ्रेड और एलिस को उनका आतिथ्य स्वीकार करने के लिए विवश होना पड़ा, क्योंकि सुकुमारी किशोर सिंह की ही स्त्री थी जिसे उन लोगों ने बचाया था. ഠാക്കൂർ കിഷോർ സിംഗ് അവരെ വളരെയധികം, സായിപ്പിനെയും മാതാമയും വളരെയധികം റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങളുടെ വീട്ടിൽ അല്പം ദിവസം താമസിച്ച് ഞങ്ങളുടെ ആതിഥേയം സ്വീകരിച്ചിട്ടേ പോകാവൂ. കാരണം അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു ഈ വെള്ളത്തിൽ അകപ്പെട്ട സുകുമാരി. അപ്പം വൈഫിൻ്റെ ജീവൻ രക്ഷിച്ചതിന് വേണ്ടി പ്രത്യുപകാരമായിട്ട് സായിപ്പിനെയും മാതാമേനെ അവിടെ അവർ അല്പദിവസം താമസിപ്പിക്കും. चंदनपुर के ज़मींदार के घर में जो यमुना तट पर बना हुआ है, पाई बाग के भीतर एक रविश में 4 कुर्सियाँ पड़ी हैं. एक पर किशोर सिंह और 2 कुर्सियों पर विल्फ्रेड और एलिस बैठे हैं तथा चौथी कुर्सी के सहारे സുകുമാരി ഖടി है. അപ്പോൾ പിന്നീടുള്ള സീൻ നമ്മൾ കാണുന്നത് എന്താണ്, ചന്ദൻപൂർ ഗ്രാമത്തിലെ ജമീന്ദാർ ഠാക്കൂർ കിഷോർ സിംഗിൻ്റെ വീടാണ്. 4 കസേര ഇട്ടിരിക്കുന്നു അവരുടെ മുറ്റത്ത്, അവരുടെ ആ ഒരു ഫ്രണ്ട് റൂമിൽ. പക്ഷേ 3 എണ്ണത്തിൽ മാത്രമേ ആൾക്കാർ ഇരിക്കുന്നുള്ളൂ. ആരൊക്കെയാണ് ഇരിക്കുന്നത്? ഇപ്പോഴാണ് ആ സായിപ്പും മാതാമയുടെയും പേര് പറയുന്നത്, വിൽഫ്രഡ് ഓർ എലിസ്. വിൽഫ്രഡും എലിസുമാണ് 2 കസേരകളിൽ ഇരിക്കുന്നത്. ഒരു കസേരയിൽ ഠാക്കൂർ കിഷോർ സിംഗും ഇരിപ്പുണ്ട്. 4ാമത്തെ കസേര അവിടെ കിടപ്പുണ്ട്, പക്ഷേ സുകുമാരി അതിൽ ഇരിക്കുന്നില്ല, സൈഡിൽ അത് ചാരി നിൽക്കുകയാണ്. किशोर सिंह मुस्कुरा रहे हैं और एलिस आश्चर्य की दृष्टि से सुकुमारी को देख रही है. അപ്പോൾ കിഷോർ സിംഗ് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, സുസ്മേയവദനായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ രക്ഷപ്പെടുത്തിയത് സന്തോഷമുണ്ട്, അദ്ദേഹം ഇരിക്കുകയാണ്. പക്ഷേ ഈ മാതാമ എലിസ് ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. എന്നുവെച്ചാൽ ഈ കസേര ഉണ്ടായിട്ട് കൂടി സുകുമാരി ഇരിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു സംഭാഷണം തുടങ്ങുന്നത്? നമ്മൾ സംഭാഷണം തുടങ്ങുമ്പോൾ 4 കസേരയുണ്ട്, 4 പേരുണ്ട്, 4 പേരും ഇരിക്കുന്നില്ല. സുകുമാരി അതും പിടിച്ച് അവിടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. तो इसलिए एलिस आश्चर्य की दृष्टि से देख रही है. വളരെ അതിശയത്തോടെ എലിസ് ഇങ്ങനെ നോക്കുകയാണ്. विल्फ्रेड उदास हैं
और सुकुमारी मुख नीचा किए हुए है। सुकुमारी ने कनखियों से किशोर सिंह की ओर देखकर सिर झुका लिया. अब വിൽഫ്രഡ് ഉദാസ്. വിൽഫ്രഡിൻ്റെ ഉദാസിയുടെ കാരണം എന്തായിരിക്കാം? അവർ സിപ്പാഹി റിവോൾട്ടിൽ നിന്ന് ഭയന്ന് ഓടിയ കൂട്ടരാണ്. അപ്പം നാച്ചുറലി അവരുടെ സ്വന്തം വീട്ടിലല്ലാത്തതിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് വിൽഫ്രഡിൻ്റെ മുഖത്ത് പ്രകടമാണ്. എലിസിൻ്റെ മുഖത്ത് ആ ഒരു ഡിസ്കംഫേർട്ടിനേക്കാളും എന്തുകൊണ്ട് ഈ സ്ത്രീ കസേരയിൽ ഇരിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ്. और सुकुमारी എന്താണ് ചെയ്യുന്നത്? കൻഖിയോं से किशोर सिंह की ओर देखकर सिर झुका लेती है. കൻഖിയോं से देखना എന്ന് വെച്ചാൽ ഉളക്കണ്ണിട്ട് നോക്കുക, ഡയറക്റ്റ് നോക്കുന്നില്ല, ഭർത്താവിനെ നേരിട്ട് നോക്കുന്നില്ല, ഒരിടക്കണ്ണിട്ട് കണ്ടു കണ്ടില്ല എന്ന് നോക്കിയില്ല എന്ന രീതിയിൽ നോക്കിയിട്ട് തലയും കുനിച്ചങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ എലിസ് കിഷോർ സിംഗിനോടായിട്ട് പറയാണ്, ബാബു സാഹബ് ആപ് ഇനെ बैठने की इजाज़त दे. അപ്പോൾ സുകുമാരി കസേരയിൽ ഇരിക്കുന്നില്ല, പക്ഷേ ഒളിഞ്ഞും പാത്തും ഭർത്താവിനെ നോക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സീൻ കണ്ടപ്പം എലിസ് ധരിച്ചത് ഇനി ഭർത്താവിൻ്റെ പെർമിഷനോടുകൂടി ആയിരിക്കും ഇവിടുത്തെ സ്ത്രീകൾ കസേരയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ കിഷോർ സിംഗിനോടായിട്ട് പറയും, ബാബു സാഹബ് ആപ് ഇൻഹെ बैठने की इजाज़त दे. मैं क्या मना करता हूँ. അപ്പോൾ കിഷോർ സിംഗ് മറുപടി പറയും, അയ്യോ ഞാൻ ഇരിക്കണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. എലിസ് സുകുമാരി को देख कर कहती है, फिर वह क्यों नहीं बैठती. അപ്പോൾ എലിസിനെ അതിശയം, പിന്നെ എന്തേ ഈ സ്ത്രീ ഇരിക്കാത്തത്? ആപ് കഹിയെ ഷായദ് ബാഠ് ജായ്. അപ്പോൾ കിഷോർ സിംഗ് പറയും, മാതാമ്മയോട് പറയും, നിങ്ങൾ പറഞ്ഞു നോക്ക്, ചിലപ്പോൾ അവർ ഇരുന്നോളും. ഹാ ആപ് ക്യോ ഖടി ഹൈ. അപ്പം വിൽഫ്രഡും ഇത് ശ്രദ്ധിക്കും. വിൽഫ്രഡ് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എലിസ് നേരത്തെ ഇത് ശ്രദ്ധിക്കും. വിൽഫ്രഡും ചോദിക്കും, എന്തേ നിൽക്കുന്നത്? ബേച്ചാരി സുകുമാരി ലജ്ജാസെ ഗടി ജാതി ഥി. അപ്പോൾ സുകുമാരിക്ക് ആകെ കൂടെ, കാരണം നമ്മുടെ അന്നത്തെ ഇന്ത്യൻ സൊസൈറ്റിയിൽ, പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, അന്നത്തെ നോർത്ത് ഇന്ത്യയിലെ ആ ഒരു സോഷ്യൽ സെറ്റപ്പിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ മുമ്പിൽ ഇരിക്കില്ലായിരുന്നു. അത് നമ്മുടെ ഭാരതീയർക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് അവരത് ചോദിക്കില്ലായിരുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഈ സായിപ്പിനും മദാമ്മയ്ക്കും ഇതൊരു പുതിയ അറിവാണ്. അപ്പോൾ അവരത് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ സുകുമാരിക്ക് ആകെ നാണം വന്ന്, ഓർവോ ലജ്ജാസെ ഗടി ജാതി थी. एलिस सुकुमारी की ओर देख कर, अगर आप न बैठेंगी तो मुझे बहुत रंज होगा. അപ്പോൾ എലിസ് സുകുമാരിയോട് പറയും, നിങ്ങൾ ഇരുന്നില്ലെങ്കിൽ എനിക്ക് വളരെ വിഷമമാവും. കിഷോർ സിംഗ്, യോ ന बैठेंगी ഹാത്ത് പക്കടുക്കർ ബിഠായിയെ. അപ്പോൾ കിഷോർ സിംഗ് ആണ് പറയുന്നത്, ഇവൾ ഇങ്ങനെ ഇരിക്കില്ല, നിങ്ങൾ കയ്യും പിടിച്ച് ഇരുത്തിയാൽ ഇരിക്കും. എലിസ് സച്ച്മുച്ച് ഉठी, पर सुकुमारी एक बार किशोर सिंह की ओर वक्र दृष्टि से देखकर हंसती हुई पास की बारादरी में भाग कर चली गई, किंतु एलिस ने पीछा न छोड़ा. वह भी वहाँ पहुँची और उसे पकड़ा. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പം സുകുമാരി നാണം കൊണ്ട് ഭർത്താവിനെ ഒന്ന് ഉളക്കണ്ണിട്ട് നോക്കിയിട്ട് അങ്ങ് ഓടി അപ്പുറത്തോട്ടങ്ങ് പോകും. എലിസും പുറകെ ഓടും. वह भी वहाँ पहुँची और उसे पकड़ा. सुकुमारी एलिस को देख गिड़गिड़ा कर बोली, क्षमा कीजिए, हम लोग पति के सामने कुर्सी पर नहीं बैठती. അപ്പം നോക്കിയേ, സുകുമാരി എലിസിനെ കണ്ടിട്ട് പറയും, ഞങ്ങളുടെ രീതി എങ്ങനെയാണ്, ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഞങ്ങൾ കസേരയിൽ ഇരിക്കാറില്ല. और न कुर्सी पर बैठने का अभ्यास ही है. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ശീലവും ഇല്ല, കസേരയിൽ ഇരിക്കാനുള്ളൊരു ശീലവും ഞങ്ങൾക്ക് ഇല്ല. എലിസ് चुपचाप खड़ी रह गई. वह सोचने लगी कि क्या सचमुच पति के सामने कुर्सी पर न बैठना चाहिए. അപ്പോൾ എലിസ് ആകെ അങ്ങ് അത്ഭുതപ്പെടും. ദൈവമേ, ഇങ്ങനെയുണ്ടോ ഒരു നാട്, ഒരു ജനത, ഭർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല പോലും. फिर उसने सोचा, वह बेचारी जानती ही नहीं कि कुर्सी पर बैठने में क्या सुख है. അപ്പോൾ ഇതൊരു വിദേശ വനിതയുടെ വായിൽ നിന്ന് എഴുത്തുകാരൻ എഴുതിപ്പിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചറിൻ്റെ ഓരോ രീതികൾ കണ്ടിട്ട് അതിശയിച്ചിട്ട് മാതാമ്മ പറയാണ്, വഹ ബേച്ചാരി ജാൻതി ഹി നഹി. പാവപ്പെട്ട ആ സ്ത്രീക്ക് കസേരയിൽ ഇരിക്കുന്നത് എത്രമാത്രം കംഫർട്ടാണെന്ന് പോലും അറിയില്ല. ഭർത്താക്കന്മാരിയ്ക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇരിക്കില്ല എന്ന് മാത്രമല്ല,
അവർ ഒറ്റയ്ക്കാവുമ്പം പോലും കസേരയിൽ ഇരുന്ന് ശീലമില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ സ്ത്രീകൾക്ക് വാസ്തവത്തിൽ കസേരയിൽ ഇരിക്കുമ്പോൾ ഉള്ള കംഫർട്ട് എന്താണെന്ന് പോലും അറിയില്ല. അപ്പം അത്രയും അതിശയകരമായിട്ട് തോന്നും എലിസിന് ഈ ഒരു സംഭവം. चंदनपुर के ज़मींदार के यहाँ आश्रय लिए हुए यूरोपियन दंपति सब प्रकार सुख से रहने पर भी सिपाहियों का अत्याचार सुनकर शंकित रहते थे. അപ്പോൾ ചന്ദൻപൂറാണ് ഗ്രാമം. അവിടുത്തെ ജമീന്ദാറിൻ്റെ വീടാണ്. ഠാക്കൂർ കിഷോർ സിംഗും സുകുമാരിയുടെയും വീടാണ്. അവിടെ ഈ യൂറോപ്യൻ ദമ്പതി കുറച്ച് ദിവസവും കൂടെ താമസിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കഥയിൽ തുടക്കത്തിൽ നമ്മൾ കണ്ടു, ഫസ്റ്റിൽ ഈ സുകുമാരിയെ രക്ഷിച്ചതിന് ശേഷം, ഈ സുകുമാരിയെ രക്ഷപ്പെടുത്തി ഗ്രാമത്തിൽ എത്തിച്ചതിന് ശേഷം യൂറോപ്യൻ ദമ്പതി സായിപ്പും മാതാമയും പോകണം എന്ന് വാശി പിടിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് കഥയിൽ പറയുന്നത് അവർ കുറച്ച് ദിവസവും കൂടെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. ഒരു ശരണാർത്ഥിയായിട്ട് ഠാക്കൂർ കിഷോർ സിംഗിൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു. കാരണം അന്ന് വെളിയിലത്തെ സിറ്റുവേഷൻ അത്ര സേഫ് അല്ലായിരുന്നു. ഏത് നിമിഷവും സിപ്പാഹി ആക്രമണം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ സായിപ്പും മാതാമയും കണ്ടാൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് അവരുടെ ലൈഫിന് തന്നെ റിസ്ക് ആയത് കാരണം അവർ കുറച്ച് ദിവസവും കൂടെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. दयालु किशोर सिंह यद्यपि उन्हें बहुत आश्वासन देते तो भी कोमल प्रकृति की सुंदरी एलिस सदा भयभीत रहती थी. അപ്പോൾ ഈ കിഷോർ സിംഗ് വളരെ ദയാലുവായിരുന്നു, വളരെ ദയുള്ളൊരു വ്യക്തിയായിരുന്നു. അയാൾ എല്ലാ രീതിയിലും സായിപ്പിനെയും മാതാവിനെയും വിൽഫ്രഡിനെയും എലിസിനെയും ആശ്വസിപ്പിക്കുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നിങ്ങളിവിടെ സേഫാണ്. പക്ഷേ എലിസ് കോമൽ പ്രകൃതിക്ക് യുവതി थी. എലിസ് വളരെ സോഫ്റ്റ് ഹേർട്ടഡ് ആയിരുന്നു. പെട്ടെന്ന് പേടിച്ചു പോകുമായിരുന്നു, പെട്ടെന്ന് ടെൻഷൻ ആവുമായിരുന്നു. दोनों दंपति कमरे में बैठे हुए യമുന കാ സുന്ദർ ജൽ പ്രവാഹ ദേഖ് രഹേ ഹൈ. പിന്നീടുള്ള ഒരു കാഴ്ച, അവർ യമുന നദി അടുത്തുനിന്ന് തന്നെ ഒഴുകുന്ന ഈ ഭാര്യയും ഭർത്താവും യമുനയുടെ വെള്ളം ഒഴുകുന്ന ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. വിചിത്രത യഹ ഹൈ कि सिगार न मिल सकने के कारण विल्फ्रेड साहब सटक के सड़ाके लगा रहे हैं. अभ्यास न होने के कारण सटक से उन्हें बड़ी अड़चन पड़ती थी. इस पर सिपाहियों के अत्याचार का ध्यान उन्हें और भी उद्विग्न किए हुए था. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇവർ സമയം, ഇവർക്ക് ചെയ്യാനൊന്നുമില്ല, ഇവരുടെ വീടല്ല, കിഷോർ സിംഗിൻ്റെ വീടാണ്. അത് മാത്രമല്ല സായിപ്പന്മാർ വലിക്കുന്ന സിഗാർ, അവർക്ക് പ്രത്യേക പൈപ്പും അതൊക്കെ ഉണ്ട്. സിഗരറ്റിന് പകരം അവർ സിഗാറാണ് വലിക്കുന്നത്. അത് കിട്ടാനുമില്ല. അപ്പോൾ ലോക്കൽ സാധനം സട്ടക്കാണ് വലിക്കുന്നത് സായിപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് വിൽഫ്രഡിൻ്റെ മുഖത്ത് കാണാനുണ്ട്. എന്ന് മാത്രമല്ല ഈ വെളിയിലുള്ള സിപാഹി വിദ്രോഹനെക്കുറിച്ച്, ആ സിറ്റുവേഷൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾക്ക് ടെൻഷനും ഉണ്ട്. അതിന് ഉപരി എലിസിൻ്റെ മുഖം ഭയസേ പീല ഹോ ജാതാ ഥാ. പേടി കൊണ്ട് എലിസിൻ്റെ മുഖം എപ്പോഴും വിരണ്ട് ഇരുന്നു. അത് കാണുമ്പോഴും വിൽഫ്രഡിനാകെ വിഷമമായിരുന്നു. इतने में बाहर कोलाहल सुनाई पड़ा. एलिस के मुख से ओ माई गॉड निकल पड़ा और भय से वह मूर्छित हो गई. പെട്ടെന്ന് വെളിയിൽ കുറേ സൈനികരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുതിരയുടെ ചിലമ്പും എല്ലാം കേട്ടപ്പോൾ എലിസ് ആകെ സിപ്പാഹി ആക്രമണമാണെന്ന് പേടിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് ബോധം കെടും. വിൽഫ്രഡ് और किशोर सिंह ने एलिस को पलंग पर लिटाया और आप बाहर क्या है सो देखने के लिए चले. വിൽഫ്രഡും കിഷോർ സിംഗും ഈ ബോധം പോയ മാതാമയെ പിടിച്ച് അകത്ത് കിടത്തിയിട്ട് അവർ വെളിയിലിറങ്ങി എന്താണ് ഇഷ്യൂ എന്നറിയാൻ വേണ്ടി ഇറങ്ങും. विल्फ्रेड ने अपनी राइफल हाथ में ली और साथ में जाना चाहा, पर किशोर सिंह ने उन्हें समझाकर बैठाया और आप खूंटी पर लटकती तलवार लेकर बाहर निकल गए. സായിപ്പും റൈഫിലെടുത്ത് തയ്യാറാകും, എന്തെങ്കിലും ആക്രമണമാണെങ്കിൽ നേരിടാമെന്ന് വെച്ച്. പക്ഷേ കിഷോർ സിംഗ് സായിപ്പിനെ വെളിയിലിറങ്ങാൻ സമ്മതിക്കത്തില്ല. കിഷോർ സിംഗ് സായിപ്പിനോട് അകത്ത് തന്നെ ഇരിക്കാൻ പറയും. എന്നിട്ട് കിഷോർ സിംഗ് തൻ്റെ വാളും എടുത്ത് വെളിയിലോട്ട് ഇറങ്ങും. किशोर सिंह बाहर आ गए. देखा तो 5 कोस पर जो उनका सुंदरपुर ग्राम है उसे सिपाहियों ने लूट लिया और प्रजा दुखी होकर अपने ज़मींदार से अपनी दुख गाथा सुनाने आई है. किशोർ സിംഗ് വെളിയിൽ വന്നു.
തൊട്ടടുത്ത് തന്നെ അല്പം ദൂരത്തിൽ സുന്ദർപുർ എന്ന ഗ്രാമമുണ്ട്. അപ്പോൾ ഇവരുടെ ഗ്രാമത്തിൻ്റെ പേര് ചന്ദൻപുറാണ്, മറ്റേത് സുന്ദർപുറാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? സിപാഹിയോനെ സുന്ദർപുർ ഗ്രാം കോ ലൂട്ട് ലിയാ ഹൈ और प्रजा दुखी होकर अपने ज़मींदार से अपनी दुख गाथा सुनाने आई है. അവിടുത്തെ ജനങ്ങൾ ജമീന്ദാറിൻ്റെ അടുത്ത് തൻ്റെ ദുഃഖം പറയാൻ വന്നതാണ്. കാരണം അവരെ എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് സിപ്പാഹികൾ പോയി. किशोर सिंह ने सबको आश्वासन दिया और उनके खाने पीने का प्रबंध करने के लिए कर्मचारियों को आज्ञा देकर आप विल्फ्रेड और एलिस को देखने के लिए भीतर चले आए. അപ്പോൾ കിഷോർ സിംഗ് വളരെ നല്ല ഒരു ജമീന്ദാറായിരുന്നു. അപ്പോൾ ഇതും ഒരു റെയർ കാര്യമാണ്. ഇപ്പോൾ 1930s എഴുതിയ മിക്ക സ്റ്റോറീസിലും നമ്മൾ പ്രേംചന്ദിൻ്റെ ആയാലും വേറെ അന്നത്തെ കാലഘട്ടത്തിലുള്ള സമകാലീനരായ കഥാകൃത്തുകളെല്ലാം എഴുതുമ്പം ഈ ജമീന്ദാർ അല്ലെങ്കിൽ ഭൂ ഉടമകൾ വളരെ ദുഷ്ടരായിട്ടാണ് നമ്മൾ പൊതുവെ പോർട്രേ ചെയ്യുന്നത്. പക്ഷേ ഇതിലെ ജമീന്ദാർ കിഷോർ സിംഗ് വളരെ നല്ല വ്യക്തിയായിരുന്നു, ദയാലുവായിരുന്നു. അയാൾ തൻ്റെ സുന്ദർപൂർ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാം തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കിഷോർ സിംഗ് സ്വാഭാവിക് ദയാലു ഥേ. മനസ്സുകൊണ്ട് തന്നെ അയാളുടെ സ്വഭാവം വളരെ ദയുള്ളൊരു വ്യക്തിയായിരുന്നു. और उनकी प्रजा उन्हें पिता के समान मानती थी. അപ്പം നോക്കിയേ, അച്ഛനെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രജ അദ്ദേഹത്തിനെ കണ്ടിരുന്നത്. और उनका उस प्रांत में भी बड़ा सम्मान था. वह बहुत बड़े इलाकेदार होने के कारण छोटे से राजा समझे जाते थे. അപ്പോൾ അദ്ദേഹത്തിന് ഭൂവുടമയായിരുന്നു, ഒരുപാട് ഭൂസ്വത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ചെറിയ രാജാവിനെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി. उनका प्रेम सब पर बराबर था, किंतु विल्फ्रेड और सरला एलिस को भी बहुत चाहने लगे, क्योंकि प्रियतमा सुकुमारी की उन लोगों ने प्राण रक्षा की थी. അപ്പോൾ ഈ കിഷോർ സിംഗ് ഠാക്കൂറായിരുന്നു. ഠാക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ ഉയർന്ന ജാതി, ജമീന്ദാർ എന്ന് പറയുമ്പോൾ വലിയ ഭൂസ്വത്തുള്ള ആൾ. എന്നിട്ട് അദ്ദേഹത്തിന് എല്ലാ ജനങ്ങളോടും വളരെ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രജ അദ്ദേഹത്തിനെ ഒരു ചെറിയ രാജാവായിട്ട് തന്നെയായിരുന്നു വാഴ്ത്തിയിരുന്നത്. ഒപ്പം വിൽഫ്രെഡും എലിസും അവരുടെ ശരണാഗത്തായിരുന്നു. അവരുടെ ശരണത്തിൽ, അവരുടെ ശരണാർത്ഥിയായിട്ട് താമസിക്കുകയായിരുന്നു, റെഫ്യൂജീസായിട്ട് താമസിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, തൻ്റെ പ്രിയതമ സുകുമാരിയെ രക്ഷിച്ചതും ഈ സായിപ്പ് മാതാമയാണ്. അതുകൊണ്ട് കിഷോർ സിംഗ് ഇവരുടെ ഒരു രക്ഷാധികാരിയായിട്ട്, ഈ കിഷോർ സിംഗിൻ്റെ പ്രജകൾക്ക് മാത്രമല്ല, ഈ സായിപ്പിനും മാതാമയുടെയും സേഫ്റ്റി കിഷോർ സിംഗിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ കഥയിലൂടെ എന്താണ് കൺവേ ചെയ്യുന്നത്? ഈ സായിപ്പും മാതാമയും ബേസിക്കലി ഇന്ത്യനെ കൊളണൈസ് ചെയ്യാൻ വന്ന കൂട്ടത്തിൽ വർഗത്തിൽപ്പെട്ടവരാണ്. അന്നത്തെ കാലത്ത് വന്ന ബ്രിട്ടീഷുകാരുടെ ഒരു ഗ്രൂപ്പാണ് ഈ സായിപ്പും മാതാമയും. പക്ഷേ അവരുടെ ഉള്ളിൽ മനുഷ്യത്വമുണ്ട്. അവരൊരു ഇന്ത്യൻ സ്ത്രീയെ രക്ഷിച്ചു. തിരിച്ച് കിഷോർ സിംഗിനും ആ ഒരു നന്ദിയുണ്ട്. സായിപ്പും മാതാമയെ ആണെങ്കിലും അവരുടെ രക്ഷ അയാൾ സ്വയം ഏറ്റെടുക്കുകയാണ്. किशोर सिंह भीतर आए. एलिस को देखकर कहा, डरने की कोई बात नहीं है, यह मेरी प्रजा थी. समीप के सुंदरपुर गांव में वे सब रहते हैं. उन्हें सिपाहियों ने लूट लिया है. അപ്പോൾ അകത്ത് വന്ന് ഇറങ്ങിപ്പോയപ്പോൾ എന്തായിരുന്നു സിറ്റുവേഷൻ? എലിസ് ബോധം കെട്ട് വീണ് ആ സമയത്താണ് ഇറങ്ങിപ്പോയത് കിഷോർ സിംഗ് വെളിയിലോട്ട്. അകത്ത് വന്ന് എലിസിനോട് പറയും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ആ ആൾക്കാർ വന്ന ആൾക്കാർ എൻ്റെ ആൾക്കാരാണ്, തൊട്ടടുത്ത ഗ്രാമത്തിൽ സുന്ദർപൂരിലെ ആൾക്കാരാണ്, സൈനികർ അവരെ എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയി. ഉൻകാ ബന്ദോബസ്ത് കർ ദിയാ ഗയാ ഹൈ, अब उन्हें कोई तकलीफ नहीं है. അവർക്ക് എല്ലാം ഏർപ്പാട്, ഭക്ഷണത്തിൻ്റെയും എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. एलिस ने लंबी सांस लेकर आंखें खोल दी और कहा, क्या वे सब गए? അപ്പോൾ എലിസിന് ആകെ ആശ്വാസമാവും. घबराओ मत, हम लोगों के रहते तुम्हारा कोई अनिष्ट नहीं हो सकता. അപ്പോൾ സുകുമാരി പറയും, പേടിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരാപത്തും വരാൻ പോകുന്നില്ല. ക്യാ സിപ്പാഹി റിയാസത്തോं को लूट रहे हैं? അപ്പം വിൽഫ്രെഡിന് വളരെ അതിശയം തോന്നി. ഇവിടുത്തെ സിപ്പാഹി, ഇവിടുത്തെ സൈന്യം ഇവിടുത്തെ നാട്ടുരാജ്യത്തിനെ തന്നെ കൊള്ളയടിക്കുകയാണോ? അതൊരു പുതുമയാണ് അവർക്ക്. ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് കൊള്ളയടിക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഒരുപാട് കാര്യങ്ങൾ വളരെ അതിശയകരമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണ്? നമ്മുടെ കാസ്റ്റ് സിസ്റ്റം, നമ്മുടെ ഉള്ളിൽ തന്നെ വിഭാജനമുണ്ട് എന്നുള്ളത് അവർക്ക് വലിയൊരു പുതുമയാണ്.
അതുപോലെ വിൽഫ്രഡ് ചോദിക്കുകയാണ്, ക്യാ സിപ്പാഹി റിയാസത്തോं को लूट रहे हैं? हाँ, पर अब कोई डर नहीं है, वे लूटते हुए इधर से निकल गए. അപ്പോൾ കിഷോർ സിംഗ് പറയും, അവർ ലൂട്ട് കർ യഹാ സെ നിക്കൽ ഗए. ലൂട്ടന എന്തുവാണ്? ചോരി കർണ ലൂട്ടന രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ചോരി കർണ എന്ന് വെച്ചാൽ ചോറ് എന്ന് പറയുമ്പം കള്ളൻ ഒളിച്ചും പാത്തും വന്ന് ആൾക്കാർ വീട്ടിലില്ലാത്തപ്പം കട്ടെടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ ചോരി കർണ അല്ലെങ്കിൽ ചോറെന്ന് പറയുന്നത്. തോക്ക് കാണിച്ച് പേടിപ്പിച്ച് എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതിനെയാണ് ലൂട്ടന എന്ന് പറയുന്നത്. अब हमको कुछ डर नहीं है, आपने क्या सोचा? अब ये सब अपने भाइयों को लूटते हैं तो शीघ्र ही अपने अत्याचार का फल पाएंगे और इनका किया कुछ न होगा. അപ്പം വിൽഫ്രഡ് പറയും, ഇവർ സ്വന്തം സഹോദരങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻസിനെ തന്നെ കൊള്ളയടിക്കുന്നോ, ഇതെന്തൊരു കാഴ്ചയാണ്. അവർ സ്വന്തം സഹോദരങ്ങളെ കൊള്ളയടിക്കുകയാണെങ്കിൽ അതെങ്ങനെ ആ മുതൽ അവർക്ക് ഉപകാരമായി വരും? എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ ഉപകാരമായി വരുമെന്ന്. किशोर सिंह ने गंभीर होकर कहा, ठीक है, मैं आज आप लोगों के संग भोजन करूँगी. ഉടനെ എലിസ് പറയും, ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. किशोर सिंह और सुकुमारी एक दूसरे का मुख देखने लगे. फिर किशोर सिंह ने कहा, बहुत अच्छा. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് സായിപ്പും മദാമയും ആയത് കാരണം ഇവർ ഒരുപക്ഷെ ഇവരുടെ ഭക്ഷണത്തിൻ്റെ ഏർപ്പാടെല്ലാം വേറെ സ്ഥലത്തായിരിക്കും, വേറെ റൂമിലായിരിക്കും കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് എലിസ് പറയും, ഞാൻ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സാഫ് ദാലാൻ മേ ദോ കമ്പൽ അലഗ് അലഗ് दूरी पर बिछा दिए गए हैं. एक पर किशोर सिंह बैठे थे और दूसरे पर विल्फ्रेड और एलिस. ഇനി ഭക്ഷണം കഴിക്കാൻ തറയിലാണ് വിരിച്ചിരിക്കുന്നത്, കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്, രണ്ട് സൈഡിലായിട്ട് വിരിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ വിൽഫ്രഡും എലിസും ഗസ്റ്റാണ് അവരിരിപ്പുണ്ട്. പിന്നെ ഒരു കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നതിൽ കിഷോർ സിംഗ് മാത്രമായിട്ട് ഇരിക്കുകയാണ്. एलिस की दृष्टि बार बार सुकुमारी को खोज रही थी और वह बार बार यही सोच रही थी कि किशोर सिंह के साथ सुकुमारी अभी नहीं बैठी. അപ്പോൾ എലിസ് നോക്കുകയാണ്, ആ സമയത്തും ശ്രദ്ധിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും സുകുമാരി കിഷോർ സിംഗിൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല. थोड़ी देर में भोजन आया पर खानसामा नहीं, स्वयं सुकुमारी एक थाल लिए है और 3-4 औरतों के हाथों में भी खाद्य और पेय वस्तुएं हैं. किशोर सिंह के इशारा करने पर सुकुमारी ने वह थाल एलिस के सामने रखा और इसी तरह विल्फ्रेड और किशोर सिंह को परोस दिया गया. അല്പം നേരം കഴിഞ്ഞ് ഭക്ഷണം വന്നു, സുകുമാരിയും വന്നു, 3-4 സ്ത്രീകളും വന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ അവിടെ വിളമ്പി വെച്ച്. അപ്പോഴും സുകുമാരി ഇരിക്കുന്നില്ല. किसी ने भोजन आरंभ नहीं किया. एलिस ने सुकुमारी से कहा, आप क्या यहाँ भी न बैठेंगी? क्या यहाँ भी कुर्सी है? അപ്പോൾ എലിസിന് വളരെ അതിശയം തോന്നും, ദൈവമേ, ഭക്ഷണം കഴിക്കാനും ഈ സ്ത്രീ ഇരിക്കുന്നില്ലല്ലോ, ഇവിടെയാണെങ്കിൽ കസേരയില്ല, എല്ലാവരും തറയിലായിരിക്കുന്നത്, അപ്പോൾ എന്തുകൊണ്ട് ഈ സ്ത്രീ ഇരിക്കുന്നില്ല? പരോസേക കോൻ. അപ്പോൾ സുകുമാരി പറയും, അയ്യോ, ഞാനിരുന്നാൽ പിന്നെ ആരാണ് വിളമ്പുന്നത്? ഖാൻസാമ. അപ്പോൾ എലിസ് പറയും, ഈ ഭക്ഷണം പാകം ചെയ്തവർ, ഈ ജോലിക്കാർ തന്നെ വിളമ്പില്ലേ? ക്യോ ക്യാ മേ നഹീ ഹൂം. അപ്പോൾ സുകുമാരി പറയും, അയ്യോ, ഞാനുണ്ടല്ലോ. കാരണം നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പം ആ ഹോസ്റ്റ് അവരാണ് ഇതെല്ലാം വിളമ്പുന്നത്. അപ്പം നമ്മുടെ ധാരണ എന്താണ്? നമ്മൾ അവർക്ക് കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്നത്, നമ്മൾ അവരെ കൂടുതൽ പരിഗണിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ സായിപ്പും മാതാമയ്ക്കും അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, എന്നിട്ട് ജോലിക്കാർ വിളമ്പും. ജിദ് ന കീജിയെ, യഹ ഹമാരെ ഭോജൻ കർ ലേനെ പർ ഭോജൻ കർത്തി ഹൈ. അപ്പോൾ സുകുമാരി പറയും, ക്യോ ക്യാ മേ നഹീ ഹൂം. ഞാനിവിടെ ഉള്ളപ്പം ഖാൻസാമയെ കൊണ്ട് വിളമ്പിപ്പിന്ന കാര്യം ഇല്ല, ഞാനുണ്ടല്ലോ. ജിദ് ന കീജിയെ, യഹ ഹമാരെ ഭോജൻ കർ ലേനെ പർ ഭോജൻ കർത്തി ഹൈ. അപ്പോൾ കിഷോർ സിംഗ് ആണ് ഇപ്പോൾ പറയുന്നത്, അവരെ നിർബന്ധിക്കേണ്ട, വൈഫിനെ നിർബന്ധിക്കേണ്ട. എന്താണ്? ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടേ ഭാര്യ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇത് ഇന്നും നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു പൊതു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇന്നും നോർത്ത് ഇന്ത്യയിലൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പൊതുവേ നേരെ ഉൾട്ടായി വന്നിരിക്കുകയാണ്.
സ്ത്രീകൾ ആദ്യം എടുത്ത് കഴിക്കും, പിന്നെ സമയം സൗകര്യം അനുസരിച്ച് ഓരോരുത്തർ ഫാമിലിയിൽ കഴിക്കും. അതൊരു പ്രശ്നമല്ല ഇന്ന്. പക്ഷേ നോർത്തിൽ ഇപ്പോഴും വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അതേപോലെ സൗത്ത് ഇന്ത്യയിലും ഉണ്ട് വളരെ കൺസർവേറ്റീവായിട്ടുള്ളത്. അച്ഛൻ മകൻ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ സ്ത്രീകൾ കഴിക്കൂ. അവർക്ക് പലപ്പോഴും ഭക്ഷണവും തികയാറില്ല, കറികളും തികയാറില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ ഒരു കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കമാണ്, ഒരു കാഴ്ചയാണ്. एलिस ने आश्चर्य और उदासी भरी एक दृष्टि सुकुमारी पर डाली. एलिस को भोजन कैसे लगा सो नहीं कहा जा सकता. അപ്പോൾ എലിസിന് ഇന്ത്യൻ കൾച്ചറിലെ ഈ ഒരു കാര്യം അത്ഭുതകരമായിട്ട് തോന്നി. അവരിങ്ങനെ അന്തം വിട്ട് ഇരുന്നു. ആ ഭക്ഷണം എലിസിന് ഇഷ്ടപ്പെട്ടോ എന്തോ എന്ന് വെച്ചാൽ ഞെട്ടലോടെയാണ് എലിസ് ആ ഭക്ഷണം അന്ന് കഴിച്ചത്. भारत में शांति स्थापित हो गई है. अब विल्फ्रेड और एलिस अपनी नील की कोठी पर वापस जाने वाले हैं. അപ്പോൾ പിന്നീടുള്ള കാഴ്ച ഈ നീൽ കി കോഠി, ആ ഒരു വലിയ പെലേഷ്യസ് ഒരു ബിൽഡിംഗ് ആണ്. അവിടെയാണ് വിൽഫ്രെഡും എലിസിൻ്റെയും വാസസ്ഥലം. അപ്പം വെളിയിലുള്ള അന്തരീക്ഷമൊക്കെ സേഫായി, ആക്രമണങ്ങളെല്ലാം നിന്ന്. അപ്പം ആ സമയത്ത് വിൽഫ്രെഡും എലിസും ഠാക്കൂർ കിഷോർ സിംഗിൻ്റെ വീട് വിട്ടിട്ട് അവരുടെ നീൽ കി കോഠിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ചന്ദൻപൂർ में उन्हें बहुत दिन रहना पड़ा. नील कोठी वहाँ से दूर है. നീൽ കി കോഠി അവർ താമസിച്ചിരുന്ന വാസസ്ഥലം, ആ നീൽ കി കോഠി അല്പം ദൂരെയാണ്. അതുകൊണ്ട് ദോ ഘോടെ സജായെ ഖടേ ഹെ, 2 കുതിര കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് പോകാൻ. 2 കുതിര ആർക്കാണ്? ഒന്ന് സായിപ്പിനും ഒന്ന് മദാമയ്ക്കും. किशोर सिंह के 8 सशस्त्र सिपाही उनको पहुंचाने के लिए उपस्थित हैं. विल्फ्रेड साहब किशोर सिंह से बातचीत करके छुट्टी पा चुके हैं. केवल एलिस अभी तक भीतर से नहीं आई. उन्हीं के आने की देर है. അപ്പോൾ അല്പ ദിവസം ഇവിടെ താമസിച്ചതിന് ശേഷം സായിപ്പും മാതാമയും തിരിച്ചു പോവുകയാണ്. സായിപ്പ് എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. 2 കുതിര അവർക്ക് വേണ്ടി ഓൾറെഡി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എലിസാണ് ഒരുങ്ങി ഇറങ്ങാനുള്ളത്. विल्फ्रेड और किशोर सिंह पाई बाग में टहल रहे थे. इतने में 8 स्त्रियों का झुंड मकान से बाहर निकला. അപ്പോൾ അവരുടെ ആ ഒരു മുറ്റത്തൊരു ചെറിയ ഗാർഡൻ ഉണ്ട്, പായിബാഗ്. അവിടെ അവർ വിൽഫ്രെഡും കിഷോർ സിംഗും ഇങ്ങനെ ഉലാത്തുകയായിരുന്നു. അപ്പോഴത്തേക്കിന് 7-8 സ്ത്രീകൾ കൂട്ടത്തോടെ വെളിയിലോട്ടിറങ്ങി. യഹ് ക്യാ, എലിസിനെ അപ്ന ഗൗൺ നഹി പെഹന. അപ്പോൾ എലിസ് ഗസ്റ്റ് ഇറങ്ങുകയാണ്, ഗസ്റ്റ് പോവുകയാണ്. അപ്പോൾ ഗസ്റ്റിനെ സീ ഓഫ് ചെയ്യാൻ എല്ലാ സ്ത്രീകളും ഒരുമിച്ച് എലിസിൻ്റെ കൂടെ, നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് അല്ലേ, നമ്മൾ ആ ഡോർ വരെയെങ്കിലും നമ്മുടെ ഗസ്റ്റിനെ കൊണ്ടാക്കും, ഗേറ്റ് വരെയെങ്കിലും. അപ്പോൾ എല്ലാ സ്ത്രീകളും ഒരുമിച്ചിറങ്ങുമ്പോൾ അതാ എലിസ്. എലിസ് എന്താണ്? എലിസിൻ്റെ ഗൗണല്ല ഇട്ടിരിക്കുന്നത്. बदले में उसने क्या पहना है? फिरोज़ी रंग के रेशमी कपड़े का कामदानी लहंगा और मखमल की कंचुकी, जिसके सितारे रेशमी ओढ़नी के ऊपर से चमक रहे हैं. അപ്പോൾ ടിപ്പിക്കൽ ഒരു ഇന്ത്യൻ ഡ്രസ്സാണ്. ലഹങ്കയും ചോളിയും കഞ്ചുക്കി, ലഹങ്കയും ബ്ലൗസും ഒക്കെയാണ് ആരിട്ടിരിക്കുന്നത്? എലിസ് ഇട്ടിരിക്കുന്നത്. യഹ് ക്യാ, സ്വാഭാവിക് അരുൺ അധരോ മേ പാൻ കി ലാലി ഭി ഹെ. അത് മാത്രമല്ല, കറക്റ്റ് ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ സ്ത്രീകളൊക്കെ ഈ മുറുക്കാൻ ചവയ്ക്കും. അപ്പം മുറുക്കാൻ ചവയ്ക്കുമ്പം ചുണ്ടെല്ലാം കൂടെ അങ്ങ് റെഡ് കളറാവും. അപ്പോൾ ഉസ്കി അധർ സ്വാഭാവിക് രൂപ് സെ അരുൺ ഹെ. മദാമയായത് കാരണം ലിപ്സ് അല്ലേലും നല്ല പിങ്കിഷ് ആയിരുന്നു. അതിൻ്റെ മുകളിൽ പാനും കൂടെ ചവച്ച് ആँखों കാജൽ കി രേഖാ ഭി ഹെ, കണ്ണിൽ കൺമഷിയൊക്കെ എഴുതി. चोटी फूलों से गूंथी जा चुकी है और मस्तक में सुंदर सा बाल अरुण का बिंदु भी तो है. നെറ്റിയിൽ വലിയ പൊട്ടൊക്കെ തൊട്ട്, എന്നുവെച്ചാൽ ഇതൊന്നും മാതാമ്മമാർ ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് വളരെ അത്ഭുതകരമായിട്ട് തോന്നി. ദേഖ്തേ ഹി കിഷോർ സിംഗ് ഖിൽ ഖിലാക്കർ ഹസ് പടേ. ഇത് കണ്ട് കിഷോർ സിംഗിന് തന്നെ പൊട്ടിച്ചിരി വന്ന്. और വിൽഫ്രെഡ് तो ഭോച്ചക്കെ से रह गए. വിൽഫ്രെഡിന് ഇത് വിശ്വസിക്കാനേ വയ്യ. കൂടെ വന്ന മാതാമ്മയുടെ രൂപവും ഭാവവും എല്ലാം മാറി. ഇത് എന്താണ് കൺവേ ചെയ്യുന്നത്? പ്രസാദ് ഇതിൽ നിന്ന് എന്താണ് ഉദ്ദേശിച്ചത്? ആക്ച്വലി ഇന്ത്യൻ വേ ഓഫ് ലിവിങ് മാതാമ്മയ്ക്ക് വരെ ഇഷ്ടപ്പെട്ടു. ആദ്യം മാതാമ്മ
കസേരയിലിരിക്കാത്ത ഇന്ത്യൻ സ്ത്രീകളെ കണ്ട് അത്ഭുതപ്പെടുന്നു. പിന്നീട് ഭർത്താവ് കഴിച്ചു കഴിഞ്ഞ് മാത്രമേ ഭക്ഷണം കഴിക്കുന്ന സ്ത്രീകളെ കണ്ട് അത്ഭുതപ്പെടുന്നു. പക്ഷേ തിരിച്ചു പോകുമ്പം ഇന്ത്യൻ കൾച്ചറിൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരു രീതിയാണെങ്കിൽ കൂടി പൊട്ട് തൊടുന്നതും ഇന്ത്യൻ ഡ്രസ്സ് ഇടുന്നതും ഒക്കെ ബാഹ്യമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണെങ്കിൽ കൂടി മദാമയും അത് അനുകരിക്കുന്നു. അപ്പോൾ ഇവിടെ മെസ്സേജ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ കൾച്ചർ അത്രയ്ക്ക് ഗ്രേറ്റാണ്. ഇന്ത്യൻ കൾച്ചറിനെ അനുകരിക്കാൻ വേണ്ടി മാതാമ്മമാർക്ക് വരെ തോന്നി എന്നതാണ് ഈ കഥയിലൂടെ പ്രസാദ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. ഇപ്പോൾ ജയശങ്കർ പ്രസാദ് അദ്ദേഹത്തിൻ്റെ വേറെ നാടകങ്ങളിലും ചന്ദ്രഗുപ്ത, സ്കന്ദഗുപ്ത, അങ്ങനെ പല നാടകങ്ങളുണ്ട് അദ്ദേഹത്തിന്. അതിലും ഇതുപോലെ മാതാമകളെ കൊണ്ട് ഇതിലൊരു മാതാമ ഇന്ത്യയുടെ ഒരു പാസ്റ്റ് മഹിമ, ഒരു ഇന്ത്യയുടെ ഒരു പ്രതാപം പാടുന്നതായിട്ടുണ്ട്. ഒരു കവിതയായിട്ട്, ഒരു ഗീതം പാടുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം കൺവേ ചെയ്യുന്നത് എന്താണ്? ഇന്ത്യ വളരെ ഒരു ഗ്രേറ്റ് സിവിലൈസേഷനാണ്. ഇന്ത്യയിലെ, ഭാരതത്തിലെ കൾച്ചർ വളരെ ഗ്രേറ്റാണ്. അത് മാതാമ്മമാർ പോലും അംഗീകരിക്കുന്നു, അനുകരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്തുകൊണ്ട് അത് കൈവിടുന്നു? കാരണം ആ സമയത്തെ കാലഘട്ടം എന്താണ്? നമ്മുടെ രാജ്യത്തെ ആൾക്കാർ ബ്രിട്ടീഷുകാരെ അനുകരിച്ച് അവരുടെ ഭാഷ, അവരുടെ കൾച്ചർ ഒക്കെ ഒരു കോപ്പി കാറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു അന്നത്തെ സാഹിത്യകാർ കണ്ടത്. അപ്പോൾ അവരുടെ ലക്ഷ്യം നമ്മുടെ ഇന്ത്യയിലെ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ രചനകൾ അന്ന് എഴുതിയിരുന്നു. കിഷോർ സിംഗിനെ എലിസെ കഹ आपके लिए भी घोड़ा तैयार है. അപ്പോൾ കിഷോർ സിംഗ് പറയും, എലിസിനോട് പറയും, आपके लिए भी घोड़ा तैयार है. पर सुकुमारी ने कहा नहीं इनके लिए पालकी मंगा दो. കുതിര സവാരി നല്ല പോലെ ചെയ്തുകൊണ്ടിരുന്ന മാതാമ്മയ്ക്ക് അവസാനം പല്ലക്കാണ് ഓർഡർ ചെയ്യുന്നത് സുകുമാരി. എന്നുവെച്ചാൽ ഇപ്പം ഒരു ടോട്ടലി ഒരു ലജ്ജാവതിയായ, ഇപ്പോൾ കുതിരയൊക്കെ ഓടിച്ച് നടക്കുന്ന സ്ത്രീകൾ പോലെയല്ല, ഇന്ത്യൻ സ്ത്രീകളെ പോലെ അല്പം നാണവും ലജ്ജയും ഒക്കെ ഒരു ആഭൂഷണമായിട്ട് കരുതുന്ന സുകുമാരി എലിസിനും ഒരു പല്ലക്കാണ് അവസാനം ഭർത്താവിനോട് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഈ കഥ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ കോൺട്രവേഴ്സ്യലായിട്ട് നമുക്ക് തോന്നും, വളരെ ചിരി വരും. പക്ഷേ ജയശങ്കർ പ്രസാദിൻ്റെ സിറ്റുവേഷൻ അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു അനിവാര്യതയായിരുന്നതുകൊണ്ടാണ് എഴുത്തുകാർ ഇങ്ങനത്തെ കഥകളൊക്കെ എഴുതിയിരുന്നത് എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ താമസിയാതെ മറ്റ് ചാപ്റ്റേഴ്സും ഈ ടെക്സ്റ്റിലെ കഹാനി സരോവറിലെ മറ്റ് ചാപ്റ്റേഴ്സും താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ ജുഡേ രഹിയെ, മസ്ത് രഹിയെ, ബൈ.